മിഡിസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു. VIP സർവീസ് പുനരാരംഭിച്ചതോടെ സേവന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറഞ്ഞു. ഇൻഷുറൻസ് പ്രീമിയം വർധന ഉണ്ടാകില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. സൗദിയിൽ പൊതുമുതൽ നശിപ്പിക്കുന്നവർക്ക് 2 വർഷം തടവും $1,00,000 പിഴയും. പുതിയ ശിക്ഷാ നടപടികൾ നടപ്പാക്കാൻ പൊതുമുതൽ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി. കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർക്കും തുല്യശിക്ഷ. 5 മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നിരോധിച്ചിട്ടില്ലെന്ന് കുവൈത്ത്. പ്രവേശന വിലക്കുണ്ടെന്ന വാർത്തകൾ സത്യമല്ല. റിപ്പോർട്ടിൽ പറയുന്ന രാജ്യങ്ങളിലെ പൗരന്മാർ കുവൈത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം. മിഡിസ്റ്റ് അവറിലേക്ക് വിശദമായി. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തൂക്കം നോക്കി ചാർജ് ഈടാക്കുന്ന എയർ ഇന്ത്യ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മരിച്ചയാളുടെ ഭാരത്തിന്റെ ഓരോ കിലോയ്ക്കും 18 ദിർഹം നൽകണം. ഇതിന് പുറമെ ശവപ്പെട്ടിയുടെ ഭാരത്തിനും എയർ ഇന്ത്യ പണം ഈടാക്കുകയാണ്. മൃതദേഹങ്ങൾ വിമാന കമ്പനികൾക്ക് കാർഗോ ചരക്ക് മാത്രമാണ്. 1 കിലോ പച്ചക്കറി എയർ ഇന്ത്യയിൽ നാട്ടിലയക്കാൻ കിലോയ്ക്ക് 3 ദിർഹം മതി. എന്നാൽ പ്രവാസിയുടെ മൃതദേഹത്തിന് കിലോയ്ക്ക് 18 ദിർഹം നൽകണം. പറയുന്നത് മറ്റാരുമല്ല, ഈ രംഗത്തെ സേവനത്തിന് പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി. പല ഇന്ത്യൻ സ്വകാര്യ വിമാന കമ്പനികളും മൃതദേഹത്തിന് നിശ്ചിത നിരക്ക് മാത്രം ഈടാക്കുമ്പോഴാണ് ദേശീയ വിമാന കമ്പനിയുടെ തൂക്കം നോക്കിയുള്ള ചൂഷണം. ഒരു ആൾ മരണപ്പെട്ടാൽ ഈ ബോസ് എടുക്കോ 130, 120, 135, 100 അപ്പോൾ ആ വെയിറ്റിൽ ആ ആവറേജ് ആ വരും. അതിനനുസരിച്ചുള്ള പൈസ വരും. അവർ പറയുന്നത് 100 കിലോനെ വാങ്ങുന്നു. പക്ഷെ 100 കിലോന് വാങ്ങാൻ പ്രവാസിക്ക് ഒരു പരാതിയുമില്ല. ഇവർ 1000-1500 ദിർഹംസ് വാങ്ങിച്ചോട്ടെ. പ്രവാസികൾ മരിച്ചാൽ ഈ വെയിറ്റ് നോക്കുന്ന സംവിധാനം ഒഴിവാക്കിയിട്ട് ഒരു ഫിക്സഡ് റേറ്റ് വാങ്ങിച്ചോട്ടെ. അതിനാർക്കും പരാതിയില്ല. അഷ്റഫ് താമരശ്ശേരിയുടെ ആക്ഷേപം നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ എയർ ഇന്ത്യയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഏറ്റവും കുറവ് തുക ഈടാക്കുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് അഷ്റഫ് പറയുന്നു. പത്രസമ്മേളനം നടത്തിയ എയർ ഇന്ത്യ കുറവ്, അതല്ല. എയർ ഇന്ത്യയാണ് ചാർജ് കൂടുതൽ. എയർ ഇന്ത്യ 2000-3000 ദിർഹംസിന് അടുത്ത് വരും ഒരു ബോഡിക്ക്. സ്പൈസ് ജെറ്റിന് 1700 കൊടുത്തായി കേരളത്തിലേക്ക്. അല്ലാത്ത സ്ഥലത്തേക്ക് ഇന്ത്യയിൽ 1800 അവർ വാങ്ങൽ. പിന്നെ ഏറ്റവും ചാർജ് കുറവ് എയർ അറേബ്യക്കാണ്. അയൽരാജ്യമായ പാകിസ്ഥാൻ അടക്കം പ്രവാസിയുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമ്പോൾ നമ്മുടെ ദേശീയ വിമാന കമ്പനി ശവപ്പെട്ടിയുടെ ഭാരത്തിൽ പോലും ഇളവ് നൽകാത്തത് പ്രവാസികളിൽ വൻ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് പോലും എയർ ഇന്ത്യ നടത്തുന്ന ചൂഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടിലും ഗൾഫിലും പ്രചാരണം നടത്തുമെന്ന് PDPയുടെ പ്രവാസി വിഭാഗമായ PCF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ ആദ്യപടിയായി പ്രവാസികൾക്കിടയിൽ സംഘടന ഒപ്പുശേഖരണം നടത്തും. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള പ്രദേശമാണ് ഗൾഫ്. അവിടെ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ വേണ്ടത്ര സംവിധാനം ഇനിയും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് PCF നേതാക്കൾ കുറ്റപ്പെടുത്തി. മൃതദേഹം തൂക്കി നോക്കി വില ഈടാക്കുന്ന നടപടി എയർ ഇന്ത്യ അവസാനിപ്പിക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസികളിൽ നിന്ന് ഒപ്പുശേഖരിച്ച് പ്രധാനമന്ത്രിക്കും വ്യോമയാന മന്ത്രിക്കും എത്തിക്കും. സമാന മനസ്കരായ സംഘടനകളുമായി ചേർന്ന് നാട്ടിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. എയർപോർട്ട് മാർച്ച്, അതുപോലെ നോർക്ക ഓഫീസ്, അതേപോലുള്ള മറ്റ് പ്രക്ഷോഭ പരിപാടികൾ, എയർ ഇന്ത്യ ഓഫീസ് ഒക്കെ ഞങ്ങൾ മാർച്ച് നടത്തി. ഇതിന് ഞങ്ങൾ പരിഹാരം കിട്ടുന്നത് വരെ ഈ പ്രക്ഷോഭം തുടരും. PCF നേതാക്കളായ ഹക്കീം വാഴക്കാല, നൂറുദ്ദീൻ പുതുക്കാട്, റാഷിദ് സുൽത്താൻ, പ്രശാന്തൻ, ഷംനാദ് പുതുക്കുറിച്ചി, ഷാഫി കഞ്ഞിപ്പുര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്. സൗദിയിൽ പൊതുമുതൽ നശിപ്പിക്കുന്നവർക്ക് 2 വർഷം തടവും $1,00,000 പിഴയും. പൊതുമുതൽ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ശിക്ഷാ നടപടികൾ നടപ്പാക്കുന്നത്. കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർക്കും തുല്യശിക്ഷ നൽകും. 33 വർഷം മുമ്പ് സൗദി റോയൽ കോർട്ട് പുറത്തിറക്കിയ പൊതുമുതൽ സംരക്ഷണ നിയമത്തിലെ 5-ാം അനുച്ഛേദം ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പുതിയ ശിക്ഷാ നടപടികൾ പ്രഖ്യാപിച്ചത്. പരിഷ്കരിച്ച ശിക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൗദിയുടെ ഔദ്യോഗിക പത്രമായ ഉമ്മുൽ ഖുറയാണ് ശനിയാഴ്ച പുറത്തുവിട്ടത്. സൗദി ഷൂറ കൗൺസിലിന്റെയും മന്ത്രിസഭ ചുമതലപ്പെടുത്തിയ ഉപസമിതിയുടെയും ശുപാർശയനുസരിച്ചാണ് പൊതുമുതൽ നശിപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനുള്ള തീരുമാനം. പരിഷ്കരിച്ച നിയമമനുസരിച്ച് പൊതുമുതൽ നശിപ്പിക്കുന്നവർക്ക് 2 വർഷം വരെ തടവും $2,00,000 പിഴയും, അതല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചും ശിക്ഷ നൽകാൻ വ്യവസ്ഥയുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കുന്ന ഓരോ കക്ഷിക്കും തുല്യമായ പിഴയും ശിക്ഷയും ലഭിക്കും. കൂടാതെ കുറ്റവാളികളെക്കുറിച്ച് അവർ താമസിക്കുന്ന മേഖലയിലെ പ്രാദേശിക പത്രത്തിലോ അധികൃതർക്ക് ഉചിതമെന്ന് തോന്നുന്ന ഇതര മാധ്യമത്തിലോ പ്രതികളുടെ ചെലവിൽ പരസ്യം ചെയ്യുമെന്നും ഭേദഗതിയിൽ പറയുന്നു. കോടതി വിധി വന്നതിന് ശേഷമാണ് കുറ്റകൃത്യത്തിന്റെ രീതിയും നാശനഷ്ടങ്ങളും വ്യക്തമാക്കിയുള്ള പത്രപരസ്യം നൽകേണ്ടത്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്.
വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. VIP സർവീസ് പുനരാരംഭിച്ചതോടെ ഇൻഷുറൻസ് സേവന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറഞ്ഞു. ഇൻഷുറൻസ് പ്രീമിയം വർധന ഉടനുണ്ടാവില്ലെന്നും സൂചനയുണ്ട്. ഇൻഷുറൻസ് സേവനം നൽകിവരുന്ന പബ്ലിക് സർവീസ് കമ്പനിയുമായുള്ള കരാർ ആരോഗ്യ മന്ത്രാലയം റദ്ദാക്കിയതിനെ തുടർന്നായിരുന്നു പ്രതിസന്ധി ഉടലെടുത്തത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ജൂലൈ വരെ കരാർ കാലാവധി നീട്ടി നൽകിയെങ്കിലും VIP സർവീസ് പുനരാരംഭിക്കാതിരുന്നതും ഇൻഷുറൻസ് പ്രീമിയം ഫെബ്രുവരിയിൽ വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകളും വൻ ജനത്തിരക്കിന് കാരണമായി. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മഹമ്മൂദ് അബ്ദുൽ ഹാദി സേവന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹമാണ് പബ്ലിക് സർവീസ് കമ്പനിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായി മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. സേവന കേന്ദ്രങ്ങളിൽ VIP സർവീസ് പുനരാരംഭിച്ചതോടെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിനിടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധന ഉടനുണ്ടാകില്ലെന്നാണ് സൂചന. വിദേശികളുടെ ചികിത്സയ്ക്ക് മാത്രമായി നിർമ്മിക്കുന്ന 3 ഇൻഷുറൻസ് ആശുപത്രികളുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രം ഇൻഷുറൻസ് നിരക്ക് വർധന നടപ്പാക്കിയാൽ മതിയെന്നാണ് അധികൃതരുടെ തീരുമാനം. PPP അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന ആശുപത്രികളുടെ നിർമ്മാണം പൂർത്തിയാകാൻ കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കുമെന്നാണ് സൂചന. ആശുപത്രികൾ പ്രവർത്തന സജ്ജമായാൽ വിദേശികൾ നിലവിലെ 50 ദിനാറിന് പകരം ഒരു വർഷത്തേക്ക് 130 ദിനാർ ഇൻഷുറൻസ് പ്രീമിയം അടക്കേണ്ടിവരും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. 5 മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയെന്ന വാർത്ത കുവൈത്ത് ഔദ്യോഗികമായി നിഷേധിച്ചു. ചില രാജ്യക്കാർക്ക് കുവൈത്തിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്ത സത്യമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്ന രാജ്യങ്ങളിലെ പൗരന്മാർ കുവൈത്തിൽ തൊഴിലെടുക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ കൗൺസിൽ കാര്യ അണ്ടർ സെക്രട്ടറി സാമി അൽ ഹമദ് വ്യക്തമാക്കി. വിലക്കേർപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന രാജ്യക്കാർക്ക് മറ്റുള്ളവരെ പോലുള്ള എല്ലാ അവകാശങ്ങളും രാജ്യത്ത് ഇപ്പോഴും ലഭ്യമാണെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി പറഞ്ഞു. ഓരോ രാജ്യക്കാർക്കും വിസ നൽകുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ മതത്തിന്റെ പേരിൽ പ്രത്യേക വിലക്ക് ഏർപ്പെടുത്തുന്നത് കുവൈത്തിന്റെ രീതിയല്ല. പുതുതായി വിസ നയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശനയം പിന്തുടർന്ന് സിറിയ, ഇറാഖ്, ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് കുവൈത്ത് വിസ നിരോധനം ഏർപ്പെടുത്തിയെന്നായിരുന്നു വാർത്ത. റഷ്യൻ വാർത്താ ഏജൻസിയായ സ്പുട്നിക് ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ കുവൈത്തിന്റെ തീരുമാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിനന്ദിച്ചിരുന്നു. കുവൈത്ത് പാർലമെന്റിന്റെ ചിത്രത്തോടൊപ്പം കുവൈത്തിന്റേത് സ്മാർട്ട് തീരുമാനമാണെന്നും അതിനെ അഭിനന്ദിക്കുന്നുവെന്നുമാണ് ട്രംപ് ഫേസ്ബുക്കിൽ കുറിച്ചത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ കായിക മന്ത്രിക്കെതിരെയുള്ള കുറ്റവിചാരണ മറികടക്കാൻ മന്ത്രിസഭ രാജിവെച്ചേക്കുമെന്ന് റിപ്പോർട്ട്. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ റായ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 8 നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിന്റെ വിജയ സാധ്യതകൾ വിലയിരുത്തിയ ശേഷമാകും അന്തിമ തീരുമാനമെന്നും വാർത്തയിൽ പറയുന്നു. മന്ത്രിസഭാംഗങ്ങൾക്കെതിരെ കുറ്റവിചാരണ പ്രമേയം കൊണ്ടുവരാൻ പാർലമെന്റ് അംഗങ്ങൾക്കുള്ള അവകാശം ഭരണഘടനാ പ്രകാരമുള്ളതാണ്. വിശ്വാസ വോട്ടെടുപ്പിൽ കുറ്റവിചാരണ പ്രമേയത്തിലെ ആരോപണങ്ങൾ ഭൂരിപക്ഷം MP-മാർ അനുകൂലിക്കുകയും സർക്കാർ പ്രതിരോധം പരാജയപ്പെടുകയും ചെയ്താൽ മന്ത്രി സ്ഥാനമൊഴിയണമെന്നാണ് ചട്ടം. വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് മന്ത്രി സ്ഥാനമൊഴിയുന്ന സാഹചര്യമുണ്ടായാൽ അത് ആരോപണങ്ങൾ ശരിയാണെന്ന പൊതുധാരണ പരത്തും. ഇതൊഴിവാക്കാൻ മന്ത്രിസഭ ഒന്നടങ്കം രാജിവെച്ച സംഭവങ്ങൾ നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട്. കായിക മന്ത്രിയുടെ കാര്യത്തിലും സർക്കാർ ഇതേ നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. ബുധനാഴ്ച നടക്കുന്ന കുറ്റവിചാരണയുടെ എല്ലാ ഘട്ടങ്ങളിലും മന്ത്രിക്ക് പ്രതിരോധം തീർക്കുമെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര കായിക സംഘടനകളുടെ വിലക്ക് നീക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് പ്രതിപക്ഷ MP-മാർ കായിക മന്ത്രി ഷെയ്ഖ് സൽമാൻ അൽ ഹമൂദ് അൽ സബാഹിനെതിരെ കുറ്റവിചാരണക്ക് നോട്ടീസ് നൽകിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ ജുനൂബ് സുറയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രം നാളെ മുതൽ 1 മാസത്തേക്ക് അടച്ചിടുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ക്വയറിന്റെ നവീകരണ ജോലികൾ നടക്കുന്നതിനാലാണ് കേന്ദ്രം അടച്ചിടുന്നത്. മുബാറക് അൽ കബീർ ഗവർണറേറ്റ് പരിധിയിലുള്ളവർക്കുള്ളവർ സിബാഹിയയിലും ഹർവാനിയ ഗവർണറേറ്റ് പരിധിയിലുള്ളവർക്ക് സബ്ഹാനിലും ഹവല്ലി മേഖലയിലുള്ളവർക്ക് ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകുന്നേരം 5 മണി വരെയായിരിക്കും താൽക്കാലിക കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയമെന്നും അധികൃതർ അറിയിച്ചു. മദീന KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹമ്മദ് MP അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അഹമ്മദിന്റെ വിയോഗം രാജ്യത്തിനും മുസ്ലിം ലീഗിനും കനത്ത നഷ്ടമാണെന്നതുപോലെ തന്നെ പ്രവാസി ഇന്ത്യക്കാർക്കും വിശേഷിച്ച് ഗൾഫ് ഇന്ത്യക്കാർക്കും അനുപമമായ വിനഷ്ടമാണ് വരുത്തിവെച്ചതെന്ന് അനുശോചന യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. അബ്ദുൽ ഹഖ് തിരൂരങ്ങാടി, ബഷീർ കൈപ്പുറം, അക്ബർ ചാലിയം, അഷ്റഫ് ചുക്ലി, അൽതാഫ് കൂട്ടിലങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. സയ്യിദ് മുന്നിയൂർ അധ്യക്ഷത വഹിച്ചു. ഷരീഫ് കാസർകോട് സ്വാഗതവും യൂസഫ് അലനല്ലൂർ നന്ദിയും പറഞ്ഞു. ഗൾഫ് മാധ്യമം ദുബായിൽ ഒരുക്കിയ വിദ്യാഭ്യാസ കരിയർ മേള എജുകഫെ സമാപിച്ചു. 2 ദിവസം നീണ്ട മേളയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്.
ദുബൈ ബിൽവ സ്കൂളിലാണ് ഗൾഫിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കരിയർ മേളയ്ക്ക് ഗൾഫ് മാധ്യമം വേദിയൊരുക്കിയത്. പ്രശസ്ത പ്രചോദന പ്രഭാഷക പ്രിയകുമാർ, കരിയർ പരിശീലകൻ ഡോക്ടർ സംഗീത് ഇബ്രാഹിം, ശ്രീവിദ്യ സന്തോഷ് എന്നിവരുടെ ക്ലാസുകളായിരുന്നു ആദ്യ ദിവസത്തെ ആകർഷണം. ഞാൻ ആദ്യം പ്രിയകുമാറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തത്. ദാറ്റ് ടൈം ഐ വാസ് നോട്ട് പോകുന്നതിന് മുമ്പ് ഐ വാസ് നോട്ട് മോട്ടിവേറ്റഡ്. എനിക്കൊരു എയിം ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ അറ്റൻഡഡ് ഹർ സെഷൻ ഐ വാസ് മോട്ടിവേറ്റഡ് ആൻഡ് മുന്നേ എനിക്ക് ഡ്രീംസിനെ ചേസ് ചെയ്യാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. നൗ ലൈക്ക് ഐ ഹാവ് കോൺഫിഡൻസ് ഓഫ് വാട്ട് ഐ ആം ആൻഡ് മൈ ഡ്രീംസ് ആർ. ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. ഐ വാസ് ടോട്ടലി ബ്ലാങ്ക്. എന്താ എടുക്കേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഇന്നലെ വന്നേരം ഇറ്റ് വാസ് ലൈക്ക് റിയലി ഹെൽപ്ഫുൾ ഫോർ മീ. വന്നില്ലെങ്കിൽ വല്ലാത്ത നഷ്ടമായി പോയേനെന്ന് ഇപ്പോൾ തോന്നുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൗൺസിലിംഗും മാതൃകാ പ്രവേശന പരീക്ഷയും ഒരുക്കിയിരുന്നു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനെക്കുറിച്ച് അവർ കൂടുതൽ ഇൻഫോർമേഷൻ തന്ന കാരണം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എല്ലാത്തിനെ കുറിച്ചുള്ള നല്ലൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രമുഖ മെന്റലിസ്റ്റ് ആദിയടക്കമുള്ളവർ രണ്ടാം ദിവസത്തെ ക്ലാസ് നയിച്ചു. UAE-യിലെയും കേരളത്തിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുക്കിയിരുന്നു. മീഡിയ 1 ദുബായ്. ഒമാൻ സലാലയിലെ സംഗീത ആസ്വാദകർക്കായി മീഡിയ 1 ഒരുക്കിയ മൈലാഞ്ചിക്കാറ്റ് ആയിരങ്ങളെ ആകർഷിച്ചു. സലാലയിൽ ഒരു ടെലിവിഷൻ ചാനൽ ഒരുക്കുന്ന ആദ്യ സ്റ്റേജ് ഷോ കൂടിയായിരുന്നു മൈലാഞ്ചിക്കാറ്റ്. പാട്ടിന്റെ ലോകത്ത് കാൽനൂറ്റാണ്ട് പിന്നിടുന്ന അനുഗ്രഹീത ഗായിക രഹ്നയായിരുന്നു മൈലാഞ്ചിക്കാറ്റ് ഷോയിലെ പ്രധാന താരം. സലാല ഇത്തിൻ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ രഹ്നക്കൊപ്പം 14-ാം രാവിലൂടെ ആസ്വാദകരെ ഹരം കൊള്ളിച്ച യുവ ഗായിക സംഘവും ചേർന്നു. അതോടെ ആസ്വാദകർക്ക് മറക്കാനാവാത്ത ഒരു രാവായി അത് മാറി. MG ശ്രീകുമാർ, രമേശ് നാരായണൻ, എരഞ്ഞോളി മൂസ, VT മുരളി തുടങ്ങിയ പ്രമുഖ ഗായകർ വീഡിയോ ഗാനങ്ങളിലൂടെ ഒപ്പം ചേർന്നതും മൈലാഞ്ചിക്കാറ്റിന്റെ മറ്റൊരു പ്രത്യേകതയായി. ആധുനിക ദൃശ്യ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയും മൈലാഞ്ചിക്കാറ്റിന് പൊലിമയേകി. ഇന്ത്യൻ എംബസി കോൺസുൽ ഏജന്റും സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാനുമായ മൻപ്രീത് സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. മീഡിയ 1 ഡെപ്യൂട്ടി CEO M സാജിദ്, മീഡിയ 1 ഡയറക്ടർ PK അബ്ദുൾ റസാഖ്, അബുതാനുൻ ട്രേഡിംഗ് MD O അബ്ദുൽ ഗഫൂർ, അൽ ജദീദ് എക്സ്ചേഞ്ച് ഒമാൻ GM B രാജൻ, ലാൻഡെക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PK അബ്ദുൾ റൌഫ്, യൂറോത്തം എക്സിക്യൂട്ടീവ് ഡയറക്ടർ K സൽമാനുൽ ഫാരിസ്, മുഹമ്മദ് സാദിഖ്, സലാഹുദ്ദീൻ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ജ്യോതി വെള്ളല്ലൂറായിരുന്നു മൈലാഞ്ചിക്കാറ്റ് അണിയിച്ചൊരുക്കിയത്. ക്യാമറ പേഴ്സൺ ബിനു S കൊട്ടാരക്കരയ്ക്കൊപ്പം MCA നാസർ, മീഡിയ 1 സലാല. നിസ്സഹകരണ സമരത്തിൽ ഗാന്ധിജി ചർക്കയെ ഇന്ത്യയുടെ പ്രതീകമാക്കി മാറ്റിയത് ഒരു മാനവധർമ്മത്തിന്റെ പ്രതീകമെന്ന നിലയിൽ കൂടിയാണെന്ന് ദമാം OICC സെമിനാർ. ജനതയെ സ്വയം പര്യാപ്തമാക്കുക എന്നതിനപ്പുറം അങ്ങനെ ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് സെമിനാർ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. കൊളോണിയലിസത്തിന്റെ തിന്മകൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഴുവൻ തിന്മകൾ, ഒരു നൂറ്റാണ്ട് മുഴുവൻ ഒരു രാജ്യത്തിലെ ജനസമൂഹത്തിനെ മുഴുവൻ ആഹ്വാനിച്ച ആ തിന്മകളെ മുഴുവൻ സംഹരിക്കാനുള്ള ഏറ്റവും വലിയ ദിവായുധം അദ്ദേഹം കണ്ടെത്തിയത് സത്യാഗ്രഹവും സത്യാഗ്രഹത്തിന്റെ പാതയിലുള്ള അഹിംസയുമാണ്. ആ അഹിംസയുടെ ആത്മാവായിരുന്നു നൂൽ നൂൽക്കുന്ന മഹാത്മാവിന്റെ ചിത്രമടങ്ങുന്ന ചർക്കയിൽ നൂൽ നൂക്കുന്ന പ്രതീകവും. സൂഫി സംഗീതത്തിന്റെ ഈരടികൾ തീർത്ത് ഖവാലി സംഗീത സന്ധ്യ ജുബൈൽ ഇന്ത്യൻ സ്കൂളിലും ദമാം ഇന്ത്യൻ സ്കൂളിലും അരങ്ങേറി. പ്രസിദ്ധ ഖവാലി ഗായകൻ നൌഷാദ് സാബ്രിയും സംഘവുമാണ് ഖവാലി അവതരിപ്പിച്ചത്. സൃഷ്ടാവായ അല്ലാഹുവിനോടുള്ള പ്രണയ തീവ്രതയും പ്രവാചകനും മദീനയും അവിടുത്തെ കാരുണ്യ ജീവിതവും വർണ്ണിച്ച് അർത്ഥപൂർണമായ വരികളിലൂടെയും താളത്തിലൂടെയും സംഗീതത്തിന്റെ മെഹഫിൽ കാണികൾക്ക് മഹാനുഭൂതി പകർന്നു. മലയാളികളടക്കമുള്ള നിരവധി സംഗീതാസ്വാദകരാണ് പുതുമ നിറഞ്ഞ ഖവാലി കാണാനെത്തിയത്. 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഖവാലി ഗായകൻ നൌഷാദ് സാബ്രിയോടൊപ്പം ആർട്ടിസ്റ്റുകളായ ഷെഹ്സാദ് ഹുസൈൻ, ഉമർ ദറാസ്, ഡാനിഷ് ഹുസൈൻ, അർഷാദ് ഹുസൈൻ എന്നിവർ അണിനിരന്നു. എംബസി ഉദ്യോഗസ്ഥരായ ഹിഫ്സുർ റഹ്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സയ്യിദ് ഹമീദ്, നൌഷാദ് അലി, മാനേജ്മെന്റ് ചെയർമാൻ തഷ്കിൻ അക്ബർ, അംഗങ്ങളായ നൌഷാദ്, നിസാം, സാമൂഹ്യ പ്രവർത്തകർ, മീഡിയ ഫോറം അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ ജുബൈലിലെ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ 1 ദമാം.
ബഹ്റൈനിൽ വളാഞ്ചേരി നിവാസികളുടെ കൂട്ടായ്മ രൂപീകരിച്ചു. നാടിന്റെ വികസനത്തെ സഹായിക്കാനും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനുമാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മ ആരംഭിച്ചത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പ്രദേശത്തു നിന്നും ബഹ്റൈനിലെത്തി പ്രവാസ ജീവിതം നയിക്കുന്ന വിവിധ തലമുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത സംഗമത്തിൽ നിന്നാണ് പുതിയ കൂട്ടായ്മ രൂപം കൊണ്ടത്. സൗത്ത് പാർക്ക് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന സംഗമത്തിൽ 100ഓളം പ്രദേശവാസികൾ പങ്കെടുത്തു. ജാതിമത ഭേദമന്യേ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒരുമയോടെ മുന്നോട്ടു പോകാനും യോഗം തീരുമാനിച്ചു. റാമി പ്രൊഡക്ഷൻസ് മാനേജിംഗ് ഡയറക്ടർ റഹീം ആദവനാടിന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മക്ക് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രക്ഷാധികാരികളും കമ്മിറ്റി ഭാരവാഹികളും 10 പ്രവർത്തക സമിതിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഷംസുദ്ദീൻ വളാഞ്ചേരി പ്രസിഡന്റായും വാഹിദ് പൂക്കാട്ടിരി ജനറൽ സെക്രട്ടറിയുമായാണ് സംഘടന പ്രവർത്തിക്കുക. റഹീം ആദവനാട്, ഉമ്മർ ഹാജി, മജീദ് വളാഞ്ചേരി, മുഹമ്മദ് അലി നെല്ലറ എന്നിവരാണ് രക്ഷാധികാരികൾ. പ്രദേശത്തിന്റെ വളർച്ചയ്ക്കും നന്മക്കുമായി പ്രവാസികളുടെ സഹകരണത്തോടെ വിവിധ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് കൂട്ടായ്മയുടെ ഭാരവാഹികൾ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. പ്രവാസ ജീവിത കഥ തിരശ്ശീലയിലെത്തിക്കാൻ നാദിർ ഷയും. നിരവധി സ്റ്റേജ് ഷോകളിലൂടെ ചിരപരിചിതമായ പ്രവാസി ജീവിതം സിനിമയാക്കാൻ മോഹമുണ്ടെന്ന് ചലച്ചിത്ര താരവും സംവിധായകനുമായ നാദിർ ഷ പറഞ്ഞു. ഇപ്പോഴത്തെ തലമുറയേക്കാൾ കുറച്ചുകൂടി അടുത്ത് ഉള്ള മിമിക്രിക്കാർ ഞങ്ങൾ തന്നെയാണ്. ഈ പ്രവാസികളുടെ ലൈഫ് അറിയാവുന്നത്. അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ചെയ്യാനായിട്ട്. മിമിക്രിക്കാരനായതിനാൽ തന്റെ സിനിമയിൽ നിന്നും ഹ്യൂമറാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെന്നും ചിരിയോടൊപ്പം ചിന്തയും പകരുന്നതായിരിക്കും തന്റെ സിനിമയെന്ന് നാദിർ ഷ പറഞ്ഞു. മിമിക്രി കലാകാരനായതിന്റെ പേരിൽ കുറച്ച് ഹ്യൂമർ എക്സ്പെക്ട് ചെയ്തിട്ട് ഓഡിയൻസ് സിനിമ കാണാൻ വരും. നമ്മളുടേതായ ഒരു സിനിമകളാൽ നിരവധി മിമിക്രിക്കാർക്ക് ജീവിതവും പ്രസിദ്ധിയും നൽകിയത് ഗൾഫ് രാജ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികളുമായി നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്ന അനുഭവങ്ങളും നാദിർ ഷ പങ്കുവച്ചു. ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് സിനിമയിൽ വന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഈ വീഡിയോ കാസറ്റ് മുഖേനയാണ്. അപ്പോൾ അത് കണ്ടിട്ട് സ്റ്റേജ് ഷോസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഗൾഫിൽ. ആ സ്റ്റേജ് ഷോസിൽ കൂടെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള എല്ലാവരും ആ കാലങ്ങളിൽ എന്താ പറയുക കഞ്ഞി കുടിച്ചു പോയ ആർട്ടിസ്റ്റുകൾ. സിനിമ എന്താണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ സംഘടനാ തലപ്പത്തിരിക്കുന്നതെന്നും നാദിർ ഷ പറഞ്ഞു. സിനിമ എന്താണെന്നും സിനിമാക്കാരെന്താണെന്നും സിനിമയുടെ ചോറ് എന്താണെന്നും കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഇപ്പോൾ. മീഡിയ 1 ദോഹ. ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംരക്ഷണം കാണാം. ഗുഡ് ബൈ.